മന്ത്രി സജി ചെറിയാന്റെ തട്ടകമായ ചെങ്ങന്നൂരിലെ CPM ഉരുക്കുകോട്ടയിൽ വെന്നിക്കൊടി പാർച്ചതിന്റെ ആവേശത്തിലാണ് BJP പ്രവർത്തകർ. പതിറ്റാണ്ടുകളായി ഇടതുഭരണം നിലനിന്ന ബുധനൂർ പഞ്ചായത്തിലാണ് BJP മിന്നുന്ന വിജയം നേടിയത്. ബുധനൂരിൽ നിന്നുള്ള NDA മെമ്പർമാർക്കൊപ്പം സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ 65 വർഷമായി CPM ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്താണ് ബുധനൂർ. അവിടെയാണ് ഇന്ന് ചരിത്രത്തിലാദ്യമായി BJP അധികാരത്തിലേക്ക് എത്തുന്നത്. 15 വാർഡുകളുള്ള ഈ പഞ്ചായത്തിൽ 7 വാർഡുകളിൽ വിജയിച്ചാണ് BJP ഇത്തവണ മിന്നുന്ന ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. അതിന് നേതൃത്വം നൽകിയത് ഇവിടുത്തെ പാർട്ടിയുടെ പ്രസിഡന്റ് തന്നെയാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക, എങ്ങനെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്? എത്ര കണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു വിജയം? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ബുധനൂർ പഞ്ചായത്ത് BJP അധികാരത്തിൽ വരുമെന്ന് 100% ഉറപ്പുണ്ടായിരുന്നു. കാര്യം 65 വർഷത്തെ ഈ CPMൻ്റെ ഇവിടുത്തെ ഭരണം മൊത്തത്തിൽ പറയുവാണെങ്കിൽ തന്നെ കട്ടുമുടി ഉള്ളൊരു ഭരണമായിരുന്നു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു ഭരണമായിരുന്നു. എന്ത് കാര്യങ്ങൾ ഇവിടെ നടത്തിയാലും അഴിമതിയിലാണത് എത്തിച്ചേരുന്നത്. ആ ഭരണത്തെ ഇവിടുന്ന് തൂത്തെറിയുന്നതിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ വോട്ട് ചോദിച്ചു. ബുധനൂരിലെ ജനങ്ങൾ അതൊന്നടങ്കം ഏറ്റെടുത്തുകൊണ്ട് BJPയെ അധികാരത്തിൽ ഏറ്റുന്നതിന് വേണ്ടി അവർ ഒന്നിച്ച് ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് 7 സീറ്റ് എത്തി ഞങ്ങൾ അധികാരത്തിലേക്ക് വരാൻ പറ്റുന്നത്. കഴിഞ്ഞ തവണ ബ്ലോക്കിലേക്ക്, അതിനു മുമ്പ് പഞ്ചായത്തിലേക്കും ജയിച്ച ആളാണ് രാജേഷ്. ഇത്തവണ വിജയിച്ച് അധികാരത്തിലേക്ക് വരുമ്പം നമ്മൾ മുന്നോട്ട് വെക്കുന്ന എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാവും ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമ്മെ സംബന്ധിച്ച് ഇന്ന് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായിട്ടും ബുധനൂർ പഞ്ചായത്തിൽ അതുപോലെ തന്നെ നിരവധി പദ്ധതികൾ നമുക്ക് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഉണ്ട്. ഇവിടെ നമുക്കറിയാം, ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെള്ളത്തിനായിട്ട് ബുദ്ധിമുട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ജൽജീവൻ മിഷൻ അടക്കം ജനോപകാരപ്രദമായ ഒട്ടനവധി പദ്ധതികൾ ഈ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിൽ തീർച്ചയായിട്ടും ജനങ്ങൾ തന്ന അംഗീകാരത്തെ ഞങ്ങൾ ജനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ, ജനങ്ങളെ അവരുടെ ആ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ വരാൻ പോകുന്ന 5 വർഷക്കാലം ഞങ്ങൾ ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കുട്ടമ്പേരുകാറുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിലൂടെയാണ് അതിൻ്റെ ഒരു പുനരുജ്ജീവനം ആദ്യമായി കൊടുക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആ വിഷയം ഏറ്റെടുത്ത് കുട്ടമ്പേരുകാറിൻ്റെ വികസനം, അതായത് ഏതൊക്കെ തരത്തിലാണോ കയ്യേറ്റങ്ങളടക്കം ഉണ്ട് അതെല്ലാം ഒഴിപ്പിച്ചുകൊണ്ടുള്ള കുട്ടമ്പേരുകാറിനെ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റുവാനുള്ള തീർച്ചയായിട്ടും ഒരു പദ്ധതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. അത്തരത്തിലാണ് ഞങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇത്തവണ ജയിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഈ ഡിവിഷനിൽ നിന്നും BJP സ്ഥാനാർത്ഥി തന്നെ ജയിച്ചു. കഴിഞ്ഞ തവണത്തെ ഇവിടുത്തെ മെമ്പർ കൂടിയായിരുന്നു ബ്ലോക്കിലേക്ക് മത്സരിച്ചത്. ഏത് രീതിയിലാണ് ബ്ലോക്കിലേക്ക് വരുമ്പോഴുള്ള ഒരു പ്രവർത്തന രീതി? കാരണം 2 പേർ മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ BJPയുടേതായി പ്രതിനിധികളുള്ളത്. അപ്പോൾ ഏത് രീതിയിലാണ് അവിടെ എത്തിയാൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്? നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ, കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെ എല്ലാ അംഗങ്ങളും കൈപ്പറ്റുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ബുധനൂർ പഞ്ചായത്തിൽ പ്രത്യേകിച്ചുമുള്ളത്. അപ്പോൾ ജനങ്ങളുടെ ഒരു നിറഞ്ഞ മനസ്സ് തന്നെയാണ്. ഇതുവരെ 15 വർഷമായിട്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ബ്ലോക്ക് ഡിവിഷനായിരുന്നു ബുധനൂർ ഡിവിഷൻ. അത് നമ്മളുടെ കൈകളിലേക്ക് ജനങ്ങൾ നിറഞ്ഞ മനസ്സോടെ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നല്ല ഒരു സേവനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. അതുതന്നെയാണ് കൃത്യമായി ജനങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് തന്നെയാണ്. കഴിഞ്ഞ തവണയും ബുധനൂർ പഞ്ചായത്തിൽ നിന്ന് ജയിച്ച ഒരു മെമ്പറാണ്. എങ്ങനെയുണ്ട്? വീണ്ടും ജയിച്ചു വന്നു, ഇപ്പോൾ അധികാരം. ബുധനൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം എനിക്ക് ഒരു വാർഡ് മെമ്പറാകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ നാട്ടിലെ ജനങ്ങളെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പണം മുടക്കിക്കൊണ്ടുള്ള CPM ഒരുപാട് പണം മുടക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നടത്തിയത്, പ്രത്യേകിച്ച് എൻ്റെ വാർഡിൽ. പക്ഷേ എൻ്റെ നാട്ടിലെ ജനങ്ങൾ അതിനൊക്കെ അതീതമായിട്ട് എന്നോടൊപ്പം ചേർന്ന് നിന്നു. കാര്യം ജാതിയും രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ഉള്ള ഒരു പ്രവർത്തനമായിരുന്നു ഞാൻ അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഈ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ആനുകൂല്യങ്ങളെല്ലാം അർഹമായ കൈകളിൽ തന്നെയാണ് നമ്മൾ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ തുടർന്നും നല്ലൊരു രീതിയിലുള്ളൊരു ഭരണമായിരിക്കും നമ്മുടെ ഭാഗത്ത്. നമ്മുടെ നാട്ടിലെ ഈ ബുധനൂർ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒപ്പം നിർത്തിക്കൊണ്ട് അഴിമതിയില്ലാത്ത ഒരു നല്ല ഭരണം കാഴ്ചവെക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് കഴിഞ്ഞ 65 വർഷം CPM ആണ് ഇവിടെ ഭരിച്ചിരുന്നത്. ആ സമയത്തെ അഴിമതികളെല്ലാം തന്നെയാണ് ഏറ്റവും പ്രധാനമായും ജനങ്ങളെ ചിന്തിപ്പിച്ചതും. ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് വലിയ പ്രതീക്ഷയോടെ BJP ഇത്തവണ അധികാരത്തിലേറ്റിയിരിക്കുന്നു. അത് UDFും LDFും സ്വതന്ത്രനും ചേർന്നാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഈ അധികാരത്തിനൊരു തടയിടാൻ സാധിക്കൂ. അതിന് എല്ലാവിധ ശ്രമങ്ങളും കഴിഞ്ഞ തവണ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്തരം ശ്രമങ്ങൾ ഉണ്ടായാൽ പോലും ഇവിടെ ശക്തമായ ഒരു ഭരണം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് BJP അധികാരത്തിലേക്ക് എത്തുന്നത്.